എറണാകുളം ജനറൽ ആശുപത്രി പലതവണ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവിടെ വളരെ ക്രിയാത്മകമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് ഈ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വാർത്തകൾ വരാറുള്ളത്. ഇത്തവണ ഒരു റെക്കോർഡാണ്. ക്യാൻസർ ശസ്ത്രക്രിയയിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഇതുവരെ 1700-ലധികം വൻകുടൽ ശസ്ത്രക്രിയകളാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത്. ഇതിനു പുറമെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രി ആയി മാറാനുള്ള തയ്യാറെടുപ്പിലുമാണ് എറണാകുളം ജനറൽ ആശുപത്രി. ക്യാൻസർ സർജറിയിൽ റെക്കോർഡ് നേട്ടമാണ് എറണാകുളം ജനറൽ ആശുപത്രി കൈവരിച്ചത്. 1700-ലേറെ വൻകുടൽ ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയാണ് ഈ നേട്ടം. കീഹോൾ ആരംഭിച്ചതിനു ശേഷം 5000-ൽ പരം ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകളാണ് ഇതുവരെ നടന്നത്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളാണ് ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ആശുപത്രിയിലെ 17 സർജൻമാരുടെയും സ്റ്റാഫിന്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് സൂപ്രണ്ട് ഡോക്ടർ ആർ ഷാഹിർ ഷാ പറഞ്ഞു. ക്യാൻസർ സർജറിയിൽ 1700 ഓങ്കോ സർജറി അത് പ്രധാനമായിട്ടും കുടൽ സംബന്ധമായ ഓങ്കോ സർജറികൾ യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. ചെറിയ നേട്ടമല്ല. കാരണം അത് ഏറെ 1200ഓളം സർജറികൾ നമ്മുടെ മൈക്രോ സർജറിയാണ്, ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. അതിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഹോസ്പിറ്റൽ സ്റ്റേ കുറയും, പേഷ്യൻസ് ഒരുപാട് ദിവസം കിടക്കേണ്ടതില്ല. നമുക്കറിയാം എറണാകുളം ജില്ലയിലും സമീപ ജില്ലകളെയും ഏക ആശ്രയമാണ്, സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് എറണാകുളം ജില്ലാ ആശുപത്രി. ഇപ്പോൾ ധാരാളം പേഷ്യൻ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ലോഡ് വളരെ കൂടുതലാണ്. സംവിധാനങ്ങൾ പരിമിതമാണ്. ഒരു മെഡിക്കൽ കോളേജിന് തുല്യമായ പ്രവർത്തന മികവ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ രാജ്യത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കുന്ന ജില്ലാതല ആശുപത്രിയായി മാറാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. എക്മോ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തു, സെൽ സേവർ, IABP മെഷീൻ, ഹാർട്ട് ലങ് മെഷീൻ ഒക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU, അതുപോലെ തന്നെ തിയേറ്റർ എല്ലാം സജ്ജമായി കഴിഞ്ഞു. ഇനി പേഷ്യൻസും ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി വരുന്ന ബാക്കി തയ്യാറെടുപ്പുകളോട് ചെറിയ ചെറിയ ഒരുക്കങ്ങളുണ്ടാകും. അതൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ വരുന്ന വിഷു അനുബന്ധിച്ചുള്ള ആഴ്ചകളിൽ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു മാസം ബൈപ്പാസ് ഉൾപ്പെടെ 600 ശസ്ത്രക്രിയകൾ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളിലുമായി 3000 രോഗികൾ ചികിത്സയ്ക്കായി ദിനംപ്രതി എത്തുന്നുണ്ട്. 125 ഡോക്ടർമാരുള്ള ആശുപത്രിയിൽ 17 സർജൻമാരാണുള്ളത്. നിലവിൽ സർക്കാർ മേഖലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള സംവിധാനങ്ങളുള്ളത്. അതിനു പുറമെയാണ് എറണാകുളം ജനറൽ ആശുപത്രി സജ്ജമാകുന്നത്. സർക്കാരിന്റെ മൃതസഞ്ജീവിനി പദ്ധതിയുമായി സഹകരിച്ചാണ് ഹൃദയമാറ്റിവെക്കലിനുള്ള നടപടികൾക്ക് തുടക്കമായത്. ന്യൂസ് 18 കൊച്ചി. ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലം കൃഷിയോഗ്യമായി നടത്തിയ പച്ചക്കറി കൃഷിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 100 മേനി വിളവാണ് ആ കൃഷിയിൽ നേടിയിരിക്കുന്നത്. തിരുവനന്തപുരം വെള്ളറടയിലെ ഒരു സാധാരണ വീട്ടമ്മയായ ശ്രീകലയാണ് പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് ഇങ്ങനെയൊരു കാർഷിക വിജയം നേടിയത്. പഴയ സിമന്റ് ചാക്കുകളിൽ നട്ടാണ് ഈ പച്ചക്കറികളൊക്കെ വിളയിച്ചെടുത്തത്. അതായത് നമ്മുടെ മനസ്സ് മതി, ബാക്കി എല്ലാ സൗകര്യങ്ങൾക്കും അപ്പുറം മനസ്സാണ് പ്രധാനം. വീടിനോട് ചേർന്നുള്ള 20 സെന്റിലാണ് വെള്ളറട സ്വദേശിനി ശ്രീകല കൃഷി ഇറക്കിയത്. ഫലവർഗ്ഗങ്ങളും പച്ചക്കറി തൈകളും ഇവിടെ നട്ടു പരിപാലിക്കുന്നു. നിർമ്മാണ ആവശ്യങ്ങൾ കഴിഞ്ഞ സിമന്റ് ചാക്കുകളിലായാണ് ചെടികൾ നട്ടത്. വഴുതന, വെണ്ട, തക്കാളി, ചീര, കോളിഫ്ലവർ, ക്യാബേജ്, പച്ചമുളക്, വള്ളിപ്പയർ തുടങ്ങി എല്ലാ പച്ചക്കറികളും ഇവിടെ വളരുന്നുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷിയെന്ന് ശ്രീകല പറയുന്നു. വരുന്ന പ്രാണികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ആ വേസ്റ്റ് ബിന്നിലെ വേസ്റ്റ് ജലമാണ് ഞങ്ങളെടുത്ത് ലിക്വിഡാക്കി സ്പ്രേ ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് ഞങ്ങൾ ജൈവവള രീതിയിൽ തന്നെയാണ് ഈ പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു പ്രാണികൾ പോലും ഇതിനകത്ത് ഇങ്ങനെ അധികമായിട്ട് ശല്യം ചെയ്തിട്ടില്ല. 100 മേനി വിളവാണ് ഓരോ പച്ചക്കറിയും നൽകുന്നത്. കടലപ്പിണ്ണാക്ക്, കഞ്ഞിവെള്ളം, അടുക്കള കമ്പോസ്റ്റ് എന്നിവയാണ് വളമായി നൽകുന്നത്. പുകയിലയുടെയും വേപ്പെണ്ണയുടെയും മിശ്രിതമാണ് കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുക. പച്ചക്കറികൾക്ക് പുറമെ 18 മാസം കൊണ്ട് കായ്ക്കുന്ന വരിക്കപ്ലാവ്, റെഡ് ലേഡി പപ്പായ, റംബൂട്ടാൻ, പേര, ആനപ്പുളിച്ചിക്ക, 20-ൽ പരം വാഴകൾ എന്നിവ ഇവിടെ സമൃദ്ധമായി വളരുന്നു. പച്ചക്കറി കൃഷി ചാക്കിലായതിനാൽ ഫലവൃക്ഷങ്ങൾ വളരുന്നതിന് തടസ്സവും ഉണ്ടാവുന്നില്ല. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിനെ മാറ്റിവെക്കാൻ പറ്റുന്നു. മറ്റുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഇതൊരു തടസ്സമല്ല, വാഴകൾക്ക് ഇതൊരു തടസ്സമല്ല. ഇതിനെന്തെങ്കിലും ഒരു കേടുപാടുകൾ വന്നാൽ തൂക്കി വെച്ച് അതിനെ പരിചരിക്കാൻ കഴിയുന്നു. പ്രാണികളിൽ നിന്ന് കൂടുതലായിട്ട് ഇതിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. വെള്ളറട കൃഷി ഓഫീസറുടെ നിർദ്ദേശവും ശ്രീകലയ്ക്ക് കിട്ടുന്നുണ്ട്. പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ.
ന്യൂസ് 18 വെള്ളറട. കാസർഗോഡ് പൊയിനാഴ്ചയിൽ നിന്നാണ് അടുത്ത വാർത്ത. ഈ വേനൽക്കാലത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിളവെടുപ്പിന്റെ വാർത്തകൾ വരുന്നത് തണ്ണിമത്തൻ കൃഷിത്തോട്ടങ്ങളിൽ നിന്നാണ്. പൊയിനാഴ്ചയിലും അതെ, തണ്ണിമത്തൻ കൃഷി വിളവെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ്. ചൂട് കൂടിയതോടെ നിരവധി പേർ തണ്ണിമത്തൻ വാങ്ങാൻ എത്തുന്നു. അപ്പോൾ കാർഷിക മേഖലയിലുള്ളവർക്കും അത് വലിയ ഉണർവ് നൽകുന്നു. ഇവിടെ യുവ കർഷകയായ ശ്രീവിദ്യയാണ് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. ചൂട് കനത്തതോടെ പഴവർഗ്ഗങ്ങൾക്കും ആവശ്യക്കാരേറി. ഇതോടെ പ്രാദേശികമായി തന്നെ പഴവർഗ്ഗങ്ങളുടെ കൃഷിയും സജീവമായി. നാട്ടിൽ വിവിധയിടങ്ങളിൽ ഇപ്പോൾ തണ്ണിമത്തന്റെ വിളവെടുപ്പ് കാലമാണ്. കാസർഗോഡ് പൊയിനാഴ്ചയിലെ വിശാലമായ തണ്ണിമത്തൻ പാടമാണിത്. ഇവിടെ എത്തിയാൽ ആവശ്യക്കാർക്ക് നേരിട്ട് തണ്ണിമത്തൻ വാങ്ങാം. വേനൽ ചൂടിന്റെ തളർച്ചയകറ്റാൻ പാടശേഖരത്തിൽ വെച്ച് തന്നെ തണ്ണിമത്തൻ മുറിച്ചു കഴിക്കുകയും ചെയ്യാം. ഓപ്പൺ പ്രിസിഷൻ രീതിയിലാണ് കൃഷി. കൃഷി വിജയമായതിന്റെ സന്തോഷത്തിലാണ് കർഷകയായ ശ്രീവിദ്യ. ഏകദേശം ഒരു 5 ടണ്ണിനോളം വിളവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സീസൺ ആയതുകൊണ്ട് നല്ല വിലയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് 4 വെറൈറ്റിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുക്കാസ ഇനം, അതേപോലെ ആരോഹി, ഓറഞ്ച് മഞ്ച്, വിശാല, യെല്ലോ മഞ്ച്, അങ്ങനെ പല തരത്തിലുള്ള പല കളറിലുള്ള തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. വില കൂടുതൽ ആരോഗ്യക്കാണ് കൂടുതൽ വില കിട്ടുന്നത്. നമുക്ക് ബേഡടുക്ക സ്വദേശിനിയായ ശ്രീവിദ്യ ബേഡകത്തും ചെമ്മനാട് ഗ്രാമത്തിലെ പൊയിനാച്ചിയിലും ഒരേ സമയം തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. റംസാൻ വിപണി കൂടി ലക്ഷ്യമാക്കിയുള്ള കൃഷി ജനുവരിയിലാണ് തുടങ്ങിയത്. ന്യൂസ് 18 കാസർഗോഡ്. കായംകുളത്ത് മതസാഹോദര്യം വിളിച്ചോതി മസ്ജിദിൽ ക്ഷേത്രത്തിന്റെ വക ഇഫ്താർ സംഗമം. മൂലശ്ശേരിയിൽ മഹാദേവ ക്ഷേത്ര കമ്മിറ്റിയാണ് ചിറക്കുളങ്ങര മസ്ജിദുൽ റഹ്മാനിയയിൽ സൗഹാർദ്ദത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കിയത്. മതസാഹോദര്യത്തിന്റെ സന്ദേശവുമായി വർഷങ്ങളായി നടന്നുവരുന്ന ചടങ്ങാണ് ഇത്. കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖാ യോഗമാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സ്വീകരണം നൽകുന്ന ചിറക്കുളങ്ങര മസ്ജിദ് കമ്മിറ്റിയുമായുള്ള ബന്ധമാണ് ഇഫ്താർ ഒരുക്കുന്നതിന് കാരണമായത്. ഇരു സമുദായങ്ങൾക്കുമിടയിൽ ഐക്യവും സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത്തരം ചടങ്ങുകളിലൂടെ മതസൗഹാർദ്ദത്തിന്റെ മാതൃകയാകുമെന്നാണ് ക്ഷേത്ര മസ്ജിദ് കമ്മിറ്റികളുടെ നിലപാട്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഈ ലോകം നന്നാകാൻ, ഈ വലിയ ലോകം നന്നാകാൻ ഈ ചെറിയ ഞാൻ നന്നായാൽ മതി എന്നുള്ളതാണ് ഞാനും നിങ്ങളുമൊക്കെ പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട അറിവിന്റെ ശ്രേഷ്ഠമായ ഭാവതലം. മഹത്തായ മൂലേശ്ശേരി അമ്പലവും അതിന്റെ ഭാരവാഹികളും മഹത്തായ റമളാൻ മാസത്തിൽ നമ്മളുടെ പള്ളിമുറ്റത്ത് ഇവിടെ നടത്തുന്ന ഈ ഒരു ഇഫ്താർ സംഗമം കലുഷിതമായ ഈ കാലത്ത് മനുഷ്യ നന്മയ്ക്ക്, മാനുഷിക മൂല്യങ്ങൾക്ക് കരുത്തു പകരണം എന്ന വലിയ മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഇഫ്താർ സംഗമം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A ഹക്കിം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ ഒന്നിപ്പിക്കാനും നന്നാക്കാനും വേണ്ടിയാണ് എല്ലാ മതങ്ങളും നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മതങ്ങളെല്ലാം നിലകൊള്ളേണ്ടത് ഈ കാര്യത്തിനാണ്, മനുഷ്യനെ ഒന്നിപ്പിക്കാനും നന്നാക്കാനുമാണ്. അതിന്റെ പാതയിൽ, അതിന്റെ മാർഗത്തിൽ ഇതൊരു പുതിയ കായംകുളം മോഡലാണ്. ഇത് നാളെയുടെ കേരള മോഡലായി വളർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ തുടങ്ങണം. ചിറക്കുളങ്ങര മസ്ജിദുൽ റഹ്മാനിയ പ്രസിഡന്റ് ജബ്ബാർ കുട്ടി കൊപ്പാറ അധ്യക്ഷത വഹിച്ചു. മൂലശ്ശേരി മഹാദേവ ക്ഷേത്ര മേൽശാന്തി ബിനീഷ്, 334 നമ്പർ SNDP ശാഖായോഗം പ്രസിഡന്റ് B ശശിധരൻ, സെക്രട്ടറി മണിലാൽ, ദേവസ്വം സെക്രട്ടറി രാജഗോപാലൻ, മസ്ജിദുൽ റഹ്മാനിയ സെക്രട്ടറി അസീം തുരുത്തിയിൽ, മസ്ജിദ് ഇമാം അസ്ലം അസ്ഹരി, അജീർ ബഷീർ, അജീർ യൂനുസ് എന്നിവർ സംസാരിച്ചു. വിഭവസമൃദ്ധമായ നോമ്പുതുറയിൽ ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കിളിമാനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലും വിശാലമായൊരു ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും ഒക്കെ നടന്നു. നന്മ നിറഞ്ഞ മതേതര സമൂഹം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചായിരുന്നു സംഗമം. കിളിമാനൂരിലാണ് ഈ സംഗമം നടന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള കുട്ടിക്കാനത്തെ പള്ളിക്കുന്ന് ദേവാലയം. ഈ ദേവാലയത്തെ തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെടുത്താൻ ആലോചിക്കുകയാണിപ്പോൾ സർക്കാർ. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ദേവാലയത്തിന്റെ പൈതൃക ടൂറിസം സാധ്യതകൾ ഇപ്പോൾ ടൂറിസം വകുപ്പ് പരിശോധിച്ചു വരികയാണ്. ബ്രിട്ടീഷ് ശൈലിയിൽ 150 വർഷം മുൻപ് നിർമ്മിച്ചതാണ് പള്ളിക്കുന്ന് ദേവാലയം. മൂന്നാറിൽ തേയില കൃഷിക്ക് തുടക്കം കുറിച്ച ജോൺ ഡാനിയൽ മൺട്രോയുടെ ഉൾപ്പെടെയുള്ള ശവകുടീരങ്ങളും വെള്ളക്കുതിരയുടെ കല്ലറയുമടക്കം വ്യത്യസ്ത കാഴ്ചകൾ സഞ്ചാരികൾക്ക് നൽകുന്നു. അപൂർവമായ ചരിത്രശേഷിപ്പുകളുള്ള ദേവാലയവും വിദേശികളുടെ കല്ലറകളും കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുന്നതിന് ഇടയാക്കും.
പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് ടൂറിസം വകുപ്പ്. സഞ്ചാരികളെ ചരിത്ര സ്മാരകങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് കൈക്കൊണ്ടുവരികയാണെന്ന് മന്ത്രി. ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ പുതുതലമുറയിലെ സഞ്ചാരികൾ ഒക്കെ തിരിച്ചറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആ നിലയിൽ സഞ്ചാരികളും ഇവിടേക്ക് വരണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ടൂറിസം വകുപ്പിനുള്ളത്. തീർത്ഥാടക ടൂറിസത്തിൻ്റെ ഭാഗമായി ഈ ദേവാലയത്തെ മാറ്റാനുള്ള ഇടപെടൽ ടൂറിസം വകുപ്പ് നടത്തും എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കാനും പുതുതലമുറയെ ആകർഷിക്കാനുമുള്ള പദ്ധതികൾക്ക് വിനോദസഞ്ചാര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. പഴമ നഷ്ടപ്പെടാതെയാണ് ഇപ്പോഴും പള്ളിക്കുന്ന് ദേവാലയം സംരക്ഷിക്കുന്നത്. ജോൺ മൺറോ അടക്കമുള്ളവരുടെ കല്ലറകൾ തേടി അവരുടെ പിൻഗാമികൾ ഇപ്പോഴും വിദേശത്തു നിന്ന് ഇവിടെ എത്തുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. അടുത്തത് ഒരു കലാകാരനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കലാകാരന് കയ്യിൽ കിട്ടുന്നത് എന്തും കലയ്ക്കുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നവരാണ് കലാകാരന്മാർ, അല്ലേ? ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ അടക്കം പ്രമുഖരുടെ രൂപങ്ങൾ അതെവിടെയാണ് തീർക്കുന്നത്? തടിയിൽ തീർക്കുന്ന കലാകാരനെയാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത്. നിലമ്പൂർ തേക്കിലും ഈട്ടിയിലുമാണ് മുഹമ്മദ് അലി എന്ന ഇച്ചാപ്പ കരകൗശല വിസ്മയം തീർക്കുന്നത്. അകമ്പാടം നമ്പൂരിപ്പൊട്ടിയിലെ ചെറിയൊരു വീട്ടിൽ നിന്നാണ് മുഹമ്മദ് അലി എന്ന ബിച്ചാവ കരകൗശല യാത്ര ആരംഭിക്കുന്നത്. പാരമ്പര്യമായി കിട്ടിയതാണ് തടിപ്പണി. ഇതിൽ ബിച്ചാവ തന്റെ ഭാവനയും സർഗാത്മകതയും ചേർത്ത് അതിനെ കലയാക്കി മാറ്റി. തേക്കിന്റെയും ഈട്ടിയുടെയും കഷ്ണങ്ങളിലാണ് കരവിരുത് പ്രകടിപ്പിക്കുന്നത്. ആദ്യമൊക്കെ ചെറിയ കൗതുക വസ്തുക്കളും വീട്ടുപകരണങ്ങളുമായിരുന്നു നിർമ്മിച്ചിരുന്നത്. പിന്നീട് തടിയിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളിലേക്കും മനുഷ്യരൂപങ്ങളിലേക്കും മാറി. ബിച്ചാവയുടെ കരവിരുത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. ബിച്ചാവയുടെ ശില്പങ്ങൾ പ്രാദേശിക ഉത്സവങ്ങളുടെയും പ്രദർശനങ്ങളുടെയും ഭാഗമായി. ഇതുകണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ബിച്ചാവയുടെ സൃഷ്ടികൾ മുഖ്യമന്ത്രിക്ക് പരിചയപ്പെടുത്തിയത്. പിന്നീട് ദുബായ് രാജാവിന് കേരള സർക്കാർ സമ്മാനമായി നൽകിയത് ബിച്ചാവ തീർത്ത കരകൗശല ശില്പമായിരുന്നു. അതോടെ ബിച്ചാവയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓർഡർ കിട്ടിത്തുടങ്ങി. MT വാസുദേവൻ നായർ, M മുകുന്ദൻ, KS ചിത്ര, ഷിബു ചക്രവർത്തി തുടങ്ങി നിരവധി പ്രമുഖർ ബിച്ചാവയുടെ കരവിരുതിൽ പിറവിയെടുത്ത സൃഷ്ടികൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. 15 വർഷം പഴക്കമുള്ളൊരു ബൈക്കിൽ 14,000 കിലോമീറ്റർ താണ്ടി 10 സംസ്ഥാനങ്ങളിലൂടെ സാഹസിക യാത്ര. കേൾക്കുമ്പോൾ തന്നെ നല്ല രസം തോന്നുന്നുണ്ട്, അല്ലേ? കാളികാവ് സ്വദേശിയായ യുവാവാണ് സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ ഇടയിലും യാത്ര എന്നൊരു വലിയ സ്വപ്നത്തിന് ചിറക് നൽകി ഈ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. പള്ളിശ്ശേരി സ്വദേശിയായ EK മുരളീകൃഷ്ണൻ. കഴിഞ്ഞ ദിവസമാണ് മുരളി യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. പെയിന്റിംഗ് ജോലി ചെയ്ത് സമ്പാദിച്ച പണം ഉപയോഗിച്ച് 15 വർഷം പഴക്കമുള്ള ബൈക്കിലാണ് മുരളീകൃഷ്ണൻ സാഹസിക യാത്ര നടത്തിയത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയെല്ലാം മുരളി ബൈക്കിൽ സഞ്ചരിച്ചു. 4 മാസത്തോളം നീണ്ടുനിന്ന യാത്രയിൽ നാഗാലാൻഡിലെത്താൻ മാത്രം 12 ദിവസമെടുത്തെന്ന് മുരളി പറയുന്നു. ചൈന ബോർഡറുകളിൽ പോയിട്ടുണ്ട്. സിക്കിമിലാണെങ്കിലും അരുണാചലിലാണെങ്കിലും ഒക്കെ നല്ല മഞ്ഞ് പെയ്യുന്ന, നല്ല റിസ്ക് എടുത്തിട്ടുള്ള, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ചൈന ബോർഡറിലൊക്കെ പോയിട്ടുള്ളത്. കുറെ സ്ഥലങ്ങളിൽ സ്കിഡായി വീണിട്ടുണ്ട്, കാരണം ബ്ലാക്ക് ഐസ് കാണൂല. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സ്കിഡായി വീണിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അത്തരം സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ 15,000 അടി മുകളിൽ ഈ ബൈക്കും കൊണ്ട് ഞാൻ പോയത്. സേലാ പാസിലാണെങ്കിലും അതുപോലെ ബുംലയിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ പോയിട്ടുള്ളത്. യാത്ര വളരെ സുഖകരമായിരുന്നു മുരളിക്ക്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ നല്ല രീതിയിൽ പെരുമാറിയതായി മുരളി പറയുന്നു. കേരളത്തിൽ നിന്നാണ് വരുന്നതെന്നറിഞ്ഞപ്പോൾ എല്ലാവരും കൂടുതൽ സ്നേഹം കാണിച്ചതിന്റെ സന്തോഷവും മുരളിക്കുണ്ട്. യാത്രകൾ ഇനിയും തുടരാൻ തന്നെയാണ് മുരളിയുടെ ആഗ്രഹവും തീരുമാനവും. ന്യൂസ് 18 തിരൂർ. ഇടുക്കിക്കാർക്ക് ഏറ്റവും നൊസ്റ്റാൾജിയുള്ള മണവും പൂവുമൊക്കെ എന്തായിരിക്കും? മണം കാപ്പിയുടെ മണമാണെങ്കിൽ പൂവ് ഒരുപക്ഷെ ഏലപ്പൂവായിരിക്കും. ഇടുക്കിയുടെ ഗ്രാമീണതയും നർമ്മലും ഒക്കെ വിവരിക്കുന്ന ഒരു കവിതാ സമാഹാരത്തിന് ഏലപ്പൂവ് എന്ന് പേരിടുമ്പോൾ അതിൻ്റെ ഒരു രസം അങ്ങനെയാണ്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു. രാജകുമാരി സാഹിത്യ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 8 സാഹിത്യകാരന്മാരുടെ കഥകളും കവിതകളും കോർത്തിണക്കിയതാണ് ഏലപ്പൂവ്. ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ ജീവിതവും കർഷകരുടെ പ്രതീക്ഷകളുമാണ് ഏലപ്പൂവിന്റെ ഇതിവൃത്തം. ഒരേ സമയം കാർഷിക മേഖലയുടെ ആശ്വാസവും കഷ്ടപ്പാടുകളും വാക്കുകളിലൂടെ പകർന്നു നൽകുകയാണ് ഏലപ്പൂവ്.
കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ 8ഓളം സാഹിത്യകാരന്മാരുടെ സൃഷ്ടികളാണ് പുസ്തകത്തിലുള്ളത്. രാജകുമാരി സാഹിത്യ സൗഹൃദ കൂട്ടായ്മയുടെ ആദ്യ പുസ്തകമാണിത്. ജിജോ രാജകുമാരി എഡിറ്റ് ചെയ്ത് കോതമംഗലം ക്രിയ പബ്ലിക്കേഷൻസ് ആണ് ഏലപ്പൂവ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രാജകുമാരി നടുമറ്റം പ്രണവം ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം വർക്കല പാപനാശം കുന്നുകളിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ലഹരി സംഘം പിടിമുറുക്കുന്നുവെന്ന് പരാതി. വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടെ വന്നു പോകുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത്. മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആയിരക്കണക്കിന് സഞ്ചാരികൾ വന്നു പോകുന്ന പാപനാശം തീരം ചിലക്കൂർ മുതൽ വെറ്റക്കട വരെ നീളുന്ന തീരത്ത് ആളൊഴിഞ്ഞ നിരവധി പ്രദേശങ്ങളുണ്ട്. ഇവിടെ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശമാണ്. പലപ്പോഴും സഞ്ചാരികളും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. എന്നാൽ ഇത്തരം പ്രദേശങ്ങളിൽ ലഹരി മാഫിയ തമ്പടിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിദ്യാർത്ഥികളടക്കം ഏറെ നേരം ഇവിടെ ചെലവഴിക്കുന്നു. ഈ പൊന്തക്കാടുകളിൽ ഉച്ച സമയങ്ങളിൽ സ്കൂൾ യൂണിഫോമിൽ ഉൾപ്പെടെ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവരികയാണ്. ഈ വളരെ ചെറിയ പയ്യന്മാരും വളരെ ചെറിയ കുട്ടികളുമാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ലഹരി വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് കയറിയ സിറിഞ്ച് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് യാതൊരു രീതിയിലുള്ള സുരക്ഷയും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയോ ബന്ധപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പോ ഒന്നും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ക്ലിഫുകളുടെ താഴ്വരത്താണ് കൈതക്കാടുകൾ നിറഞ്ഞിരിക്കുന്നത്. കൈതയോല കൊണ്ട് കൂടാരം പോലെയാണ് ഇവിടുത്തെ കാടുകൾ വളർന്നിരിക്കുന്നത്. ഇടുങ്ങിയ വഴികളിലൂടെ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ മതി. വിശാലമായ സ്ഥലമാണ്. ഇവിടെയാണ് സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത്. മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 വർക്കല. റോഡ് മോശമായാൽ റോഡ് നവീകരിക്കണം, അതെല്ലാവരുടെയും ആവശ്യമാണ്. പക്ഷേ ഒരു വയോധികയ്ക്ക് വലിയ ദുരിതമാവുന്ന തരത്തിൽ റോഡ് നവീകരണം നടത്തുമ്പോൾ അതിനെതിരെ പരാതികൾ ഉയരുന്നത് സ്വാഭാവികമാണ്. പാലക്കാട് പട്ടാമ്പി കൊപ്പം പഞ്ചായത്തിലെ തീയാട്ടിൽ കുഴിക്കാട്ടിൽ റോഡിലാണ് സംഭവം. പരാതി പറഞ്ഞിട്ടും ഉത്തരവാദിത്വപ്പെട്ടവരൊക്കെ കൈയൊഴുകിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പാലക്കാട് പട്ടാമ്പി കൊപ്പം പഞ്ചായത്തിലെ 7ാം വാർഡിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് പരാതി. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രദേശത്തെ തീയാട്ടിൽ കോഴിക്കാട്ടിൽ റോഡ് കോൺക്രീറ്റിംഗ് നടത്തിയത്. 85 വയസ്സുള്ള ദേവകിയമ്മയുടെ വീടിന്റെ മുൻഭാഗം മാത്രം ഒഴിവാക്കിയാണ് റോഡ് നവീകരിച്ചിരിക്കുന്നത് എന്നാണ് പരാതി. മഴ പെയ്താൽ ദേവകിയമ്മയുടെ വീട്ടിലേക്കാകും റോഡിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ച് എത്തുക. അപ്പോൾ മെമ്പറോട് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി എന്നെ ഫോണിൽ സംസാരിച്ചപ്പോൾ മെമ്പർ ഇതൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവിടെ പോയിട്ടില്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. അതിനുശേഷം പ്രസിഡന്റിനെ വിളിച്ചിരുന്നു. പ്രസിഡന്റ് ഈ കാര്യം അന്വേഷിക്കാം എന്ന് പറഞ്ഞു. നിലവിൽ ഇന്ന് രാവിലെ പഞ്ചായത്തിൽ കൊപ്പം പഞ്ചായത്ത് പോയി സെക്രട്ടറിയെ കണ്ടിരുന്നു. സെക്രട്ടറിയോട് കാര്യങ്ങൾ സംസാരിച്ചു. സെക്രട്ടറി പറഞ്ഞത് അത് അന്വേഷിക്കണം, പ്രസിഡന്റ് സ്ഥലത്ത് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കോൺട്രാക്ടറും പറഞ്ഞത് ഈ റോഡ് ഞാൻ കൃത്യമായി എൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്നും ബാക്കിയുള്ളത് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞു. 2 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തീയാട്ടിൽ കോഴിക്കാട്ടിൽ റോഡിൽ നവീകരണം നടത്തിയത്. ചില ഭാഗങ്ങൾ ബോധപൂർവം ഒഴിവാക്കിയുള്ള നിർമ്മാണം അശാസ്ത്രീയമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വേലായുധൻ പറയുന്നു. അതിനിപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു സൈഡ് കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ അത് വാങ്ങുമ്പോൾ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഉണ്ടാവാം തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വാങ്ങിയെന്ന് കൃത്യമായി എനിക്ക് പറയാൻ കഴിയില്ല. മറ്റേ ബാലേട്ടൻ്റെ അടുത്ത് സ്ഥലം വാങ്ങിയിട്ട് ഒരു പക്ഷേ അയാൾ വാങ്ങിയിട്ടുണ്ടാവാം. ഈ വാങ്ങുമ്പോൾ റോഡിൻ്റെ സൈഡല്ല, ബാലേട്ടൻ്റെ സ്ഥലം വാങ്ങി റോഡിലേക്ക് കൂട്ടിയിട്ടുണ്ടാവാം. അല്ലാതെ റോഡ് അങ്ങനെ കൊടുക്കണ പണി പഞ്ചായത്തിനില്ല. റോഡ് വിൽക്കലും ഇല്ല പഞ്ചായത്ത്. സംഭവത്തിൽ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി നമ്മൾ ഈ ദിവസത്തെ പോസിറ്റീവ് ആക്കാൻ നല്ല വാക്ക് കേൾക്കാൻ പോവുകയാണ്. അതിനുശേഷം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി തിരികെ എത്താം.